ഹായ് മച്ചാമാരെ, എയർ കൂളിംഗ് പത്തനംതിട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ LGയുടെ ഒരു 1.5 ടൺ AC ആണ് കേട്ടോ. ഇത് കൂളിംഗ് ആവുന്നില്ലെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിൻ്റെ ഫാൻ എടുക്കുന്നില്ല, അതുപോലെ തന്നെ കംപ്രസർ ഓണാവുന്നില്ല. ഓണാക്കിയിടാം. ഇപ്പോൾ AC ഓണാക്കിയിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കേസ് നമ്മുടെ ഔട്ട്ഡോറിലേക്ക് സപ്ലൈ വന്നിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഫാൻ എടുക്കുന്നില്ല, അതുപോലെ കംപ്രസർ എടുക്കുന്നില്ല. ഓൾറെഡി ഇവിടെ സപ്ലൈ ഉണ്ട് കേട്ടോ. ഇതപ്പോൾ ഓഫായി പോയി കേട്ടോ. അതല്ല കാണിക്കുന്നുണ്ട്, സപ്ലൈ കാണിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ കംപ്രസർ എടുക്കുന്നില്ല. നമുക്കിനി കപ്പാസിറ്റർ നോക്കണം. ഓക്കെ, കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മളൊരു കപ്പാസിറ്റർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് 50+2 ഒരു കപ്പാസിറ്ററാണ്. ഇതിൻ്റെ 3 പോള് വരുന്നത്, അതായത് കപ്പാസിറ്ററോടെ സെപ്പറേറ്റ് വരുന്നതാണ്. കോമണ്, ഹൈ സ്പീഡ്, അതുപോലെ തന്നെ ഫാന്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 3 എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, സെയിമാണ് നമ്മൾ വാങ്ങിച്ചിരുന്ന കപ്പാസിറ്റർ. അപ്പം നമുക്കിതെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഫാനിൻ്റെയാണ് കേട്ടോ. ഫാനിൻ്റെ ക്ലിപ്പ് ഒന്ന് ഊരണം. ഇത് ഫാനാണ്. ഇത് ഫാനിനെ തന്നെ കൊടുക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫാനെന്ന്, ഫാനിനെ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കോമൺ ആണ്. ഇത് കംപ്രസറിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ഇത് കംപ്രസറിൻ്റെ ആണ് കേട്ടോ. കംപ്രസറിൻ്റെ നമ്മൾ കംപ്രസറിൻ്റെ കൊടുക്കുക. ബാക്കി വരുന്ന എല്ലാം കോമൺ ആണ് കേട്ടോ. ഇത് ഫാനിൻ്റെ കോമണ്. ഇത് സപ്ലൈയുടെ മെയിൻ സപ്ലൈയുടെ ന്യൂട്രൽ. ഇത് കംപ്രസറിൻ്റെ കോമണ്. ഇത് ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഡാമേജ് ആയിട്ടുണ്ട്, ഡാമേജ് ആയി പോയതാ കണ്ടോ. അപ്പം ഇത് കംപ്രസറിൻ്റെ കോമണ്. ഇത് സപ്ലൈ ആണ്, സപ്ലൈ ന്യൂട്രലാണ് കേട്ടോ. ഇത് ഫാനിൻ്റെ കോമണേ. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഇന്ന് വെച്ചിട്ടേ നമ്മൾ AC ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിനി നോക്കാം. ഓക്കെ, നമ്മുടെ കംപ്രസർ ഫാനും എടുത്തിട്ടുണ്ട്. സൗണ്ട് ഉണ്ടല്ലോ. ഫാൻ എടുത്തിട്ടുണ്ട്, കംപ്രസറും എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ.
ഗ്യാസ് ഒന്ന് ഓടണം കേട്ടോ. നമ്മുടെ കംപ്രസർ എടുത്തിട്ടുണ്ട്, അതുപോലെ ഫാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് കംപ്ലൈൻറ്റ് കാണിച്ചത്. ഓക്കെ, ഇതാണ് കപ്പാസിറ്റർ മാറിയ കപ്പാസിറ്ററാണ്. എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെറിയൊരു സൗണ്ട് ഉണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ഒന്ന് സെറ്റ് ആവാനുണ്ട്. ഒന്ന് ഓടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആവുന്നുള്ളൂ. ഗ്യാസ് കുറവാണ് കാണിക്കുന്നത്. ഒന്ന് ഓടിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.